യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇന്ന് നമ്മള് നേരത്തെ പാല് കറന്നു കാണോ എന്തോ. ഇല്ലെങ്കിൽ കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കാവുന്നേ. ഇന്ന് ഇന്ദ്രനുള്ളതല്ലേ, അവന് സമയത്ത് ചായ കൊടുക്കണം. അതാ ഞാൻ നേരത്തെ പോകാന്ന് പറഞ്ഞത്. അല്ല ശാരദേ, നമ്മള് പാലിന്റെ പാത്രം എടുത്തില്ലല്ലോ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ ഈ ഫോൺ എടുക്കുമ്പോഴേക്കും ശാരദ പാത്രം എടുത്തിട്ട് വരാവോ? ആ ശരി, ഞാൻ വേഗം പോയി എടുത്തിട്ട് വരാം. ഹലോ, എന്തായി ആന്റി? ഹർഷ പറഞ്ഞതുപോലെ സംസാരിക്കാനുള്ള സാഹചര്യം റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ദ്രൻ വീട്ടിലുണ്ട്, വേഗം ചെല്ല്. താങ്ക് യു സോ മച്ച് ആന്റി. ഓ ശരി. ഇവളെന്താ ഈ ഭാഗത്ത്? അതൊന്നും അറിയണമല്ലോ. ആഹാ, ഇന്ന് ഉറങ്ങാനുള്ള പരിപാടിയൊന്നും ഇല്ലേ? അമ്മയുടെ മാവ, അമ്മയുടെ അടുത്ത് വന്ന് കിടന്ന് വാവ ഉറങ്ങിക്കോ. എന്താ വാവയ്ക്ക് അച്ഛനെ വിളിക്കണോ? അമ്മ വിളിച്ചേരാട്ടോ. ഹലോ ഹലോ. ആ ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ട തിരക്കിലാണോ? ഏയ്, എനിക്കെന്താ തിരക്ക്? നീ കാര്യം പറ. അമ്മയും സോനയും സുഖായിരിക്കുന്നോ ഇന്ദ്രേട്ടാ? ആ, അവർക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്കെങ്ങനെയുണ്ട്? ക്ഷീണമൊന്നുമില്ലല്ലോ? എന്റെ കാര്യം ഓർത്ത് ഇന്ദ്രേട്ടൻ ടെൻഷൻ ആവണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ, മോനെവിടെ? അല്ല, അവൻ എന്നെ തിരക്കുന്നുണ്ടോ? ഉണ്ടോന്നോ? വെച്ചുമോ പറഞ്ഞിട്ടാ ഞാനിപ്പോ വിളിക്കുന്നത്. മോനോ? അതെ ഇന്ദ്രേട്ടാ, ഫോൺ എടുത്തു നിന്ന് ഇവൻ അച്ഛ അച്ഛന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് എവിടെ? നീ കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്തേ? ആ, ഇപ്പൊ കൊടുക്കാവേ. നീ വാവേ, അച്ഛനോട് വർത്താനം പറഞ്ഞു. ആഹാ, മോനെ വാവേ, അച്ഛനെ തിരക്കിയോ? അച്ഛൻ വേഗം വരാം കേട്ടോ. അച്ഛൻ അച്ഛമ്മയും ആന്റിയൊക്കെ കാണാൻ വന്നതല്ലേ, പെട്ടെന്ന് തിരിച്ചു വരാം കേട്ടോ. അതുവരെ വിച്ചുവൻ നല്ല കുട്ടിയായി അമ്മയെ ബുദ്ധിമുട്ടിക്കാതിരിക്കണം കേട്ടോ. ആ ആ, വിച്ചുവൻ അമ്മയുടെ ഈ ഫോൺ കൊടുത്തേ. ആ, നീ ഭക്ഷണം മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിച്ചോണം. കുഞ്ഞിനെ കരയിപ്പിക്കരുത് കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അതോർത്ത് ഇന്ദ്രേട്ടന് ഒരു ടെൻഷനും വേണ്ട. ആ, ഇന്ദ്രേട്ടാ, കേൾക്കുന്നില്ലേ? ഹലോ. ആ, ഹലോ ഹലോ. എന്താ ഒന്നും മിണ്ടാത്തെ? എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ഹലോ ഇന്ദ്രേട്ടാ, ഹലോ ഇന്ദ്രേട്ടാ, എന്താ പറ്റിയേ? സുശീല ചേച്ചിയും ഇവളും തമ്മിൽ ഇപ്പോഴും വലിയ അടുപ്പത്തിലായിരിക്കും അല്ലേ? ദൈവമേ, ഇവനും ഉണ്ടായിരുന്നു. ഇവനെ കാണാനാണ് ഇവള് വന്നത്. എന്താ ഇന്ദ്ര നീ ഇങ്ങനെ പകച്ചു നോക്കുന്നത്? ആദ്യമായിട്ട് എന്നെ കാണുന്ന പോലെ. നീ എന്താ ഹർഷ ഇവിടെ? അതെന്താ, എനിക്കിങ്ങോട്ട് വന്നൂടെ? എന്തിന്? നിനക്കെന്താ ഇവിടെ കാര്യം? അതൊക്കെ പറയാം. ഇന്ദ്രനെ അകത്തേക്ക് നടക്ക്. ഇവിടെ നിന്ന് സംസാരിച്ച ആരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കും.
ഹർഷ ഇവിടെ അമ്മയും സോനയും ഒന്നും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ പറഞ്ഞ അകത്തേക്ക് കേറാൻ. ആ, ഇങ്ങോട്ട് വാ ഇന്ദ്ര, ഇങ്ങനൊരു പേടിത്തൊണ്ടൻ. ഹർഷ, വാ, ഇവിടെ. കേറി വാ. കാര്യങ്ങൾ വിചാരിച്ചതിനും അപ്പുറത്താണല്ലോ. ഇത് സുശീല ചേച്ചി അറിഞ്ഞുകൊണ്ടുള്ള ഏർപ്പാടായിരിക്കും. ഇന്ദ്ര, ഇങ്ങോട്ട് വാ. ഞാൻ പറയുന്നൊന്ന് കേക്ക് ഇന്ദ്ര. വാതിൽ തുറക്കല്ലേ പ്ലീസ്. നീ ഒന്നും പറയണ്ട. അമ്മ പാല് വാങ്ങിക്കാൻ പോയിരിക്കുക, ഇപ്പൊ വരും. നമ്മളിവിടെ വാതിലടച്ച് അകത്തിരുന്ന അമ്മ എന്ത് വിചാരിക്കും? അമ്മയൊന്നും വിചാരിക്കില്ല. നിന്നോട് കുറച്ചേരം തനിച്ച് സംസാരിക്കാൻ ആന്റിയുടെ പെർമിഷൻ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോ നീ ഇങ്ങോട്ട് വരുന്ന വിവരം അമ്മയ്ക്കറിയോ? അറിയോന്ന് ചോദിച്ചാ ഞാൻ വരുമ്പോ ആന്റിയെ വിളിച്ചിരുന്നു. അപ്പോ ആന്റി വീട്ടിലില്ലെന്നും ഇന്ദ്രൻ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞു. അത്രേ ഉള്ളൂ. എന്താ ഹർഷ നിന്റെ ഉദ്ദേശം? എന്നോട് സംസാരിക്കാൻ നീ ഈ സ്ഥലം തെരഞ്ഞെടുത്ത എന്തിനാ? വേറെ എവിടെ നിന്നോട് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല ഇന്ദ്ര. ഇവിടെയാവുമ്പോ നല്ല പ്രൈവസി കിട്ടും. ഏയ്, നമ്മൾ ഇതുപോലെ ചേർന്ന് നിന്നിട്ട് എത്ര കാലമായി ഇന്ദ്ര. ഹർഷ പ്ലീസ്. പഴയതെല്ലാം എല്ലാം മറന്നിരിക്കുക. അതിനിടയിൽ വീണ്ടും നീ പ്രശ്നം ഉണ്ടാക്കല്ലേ. പഴയതൊക്കെ ആരാ ഇന്ദ്ര മറന്നത്? നിന്റെ അനിയൻ സത്യൻ അതൊക്കെ മറക്കാത്തതുകൊണ്ടല്ലേ രവിയേട്ടനെ നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. അതവനവിടെ മദ്യവെച്ച് ചെന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടല്ലേ. ആ, അയാളുടെ അവസ്ഥ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ആ മനുഷ്യനൊന്ന് രക്ഷിച്ചെടുക്കാൻ കൂടി വേണ്ടിയാ ഞാൻ നിന്നെ കാണാൻ വന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹർഷ? രവിയുമായി ചേർന്ന് എന്തെങ്കിലും ഒരു ബിസിനസ് ആരംഭിക്കുക തൽക്കാലം പ്രാക്ടിക്കലൊന്നും അല്ല. പിന്നെ അയാൾക്ക് വേറെ പല മാനസിക പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ പരിഹരിക്കാൻ ഞാൻ ആരാ? ഇന്ദ്രൻ രവിയുടെ ആരുമല്ലേ. പക്ഷേ ഹർഷയുടെ ആരൊക്കെയോ ആയിരുന്നു ഇന്ദ്രൻ.